2020 മാർച്ചിന് മുന്നേ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ EPIQRN എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ഫ്രം മാർച്ച് 2020 ഓൺവേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ വ്യത്യാസമാണ്. ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ പേര് തന്നെ OBA എന്നാണ്, ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ്. ഇത് ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റണതെന്ന് നോക്കുകയാണെങ്കിൽ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, GNMs വിത്ത് GCAN കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർ, പിന്നെ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ആൻഡ് PhD. ഇപ്പം 2020 മാർച്ചിന് മുന്നേ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ EPIQRN എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പം 2024 ആയി. ഫ്രം മാർച്ച് 2020 ഓൺവേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ വ്യത്യാസമാണ്. നമ്മളൊരു 2 ലൈസൻഷ്യർ എക്സാംസ് ക്ലിയർ ചെയ്ത് അലോങ് വിത്ത് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടുക. സ്റ്റിൽ നമ്മൾക്ക് എൻക്വയറി വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഓസ്ട്രേലിയയിൽ പുതിയ എന്തെങ്കിലും ബ്രിഡ്ജിങ് പ്രോഗ്രാം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിക്ക് ഒരുപാട് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് നമ്മളോട് ചോദിക്കുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അന്നായിരുന്നെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രൊസീജിയറിനെ പറ്റിയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ വളരെ റെയറായിട്ട് വീഡിയോസ് കിട്ടുള്ളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് വീഡിയോസ് കിട്ടുന്നുണ്ട്. എന്നിട്ടും ഈ ഒരു കാര്യത്തിൽ ഡൗട്ട്സ് ഉള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് നമുക്ക് കാണാൻ കിട്ടാറുണ്ട്. ഓസ്ട്രേലിയൻ പ്രോസസ്സ് എന്ന് പറയുമ്പോഴേക്കും അതിന് 3 സ്റ്റേജസാണ് വരിക. ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ പേര് തന്നെ OBA എന്നാണ്, ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റണതെന്ന് നോക്കുകയാണെങ്കിൽ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, GNMs വിത്ത് GCAN കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർ, പിന്നെ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ആൻഡ് PhD. ഈ ഒരു ക്വാളിഫിക്കേഷൻസ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവരെല്ലാവരും രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. അതിന് ആദ്യം NCLEXൻ്റെ സ്റ്റെപ്പാണല്ലോ ചെയ്യേണ്ടത്. NCLEX-RN എന്ന് പറഞ്ഞിട്ടുള്ള തിയറി എക്സാം ഉണ്ട്. ആ തിയറി എക്സാം അവർക്ക് പല സെൻറ്റേഴ്സ് ഉണ്ട്, ഇന്ത്യയിൽ തന്നെ കുറേ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുക. അത് ക്ലിയർ ചെയ്തതിന് ശേഷം സെക്കൻഡ് പാർട്ടായ OSCE അറ്റൻഡ് ചെയ്യാം. അപ്പോൾ OSCE എന്ന് പറയുന്ന എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യണതിന് മുമ്പ് വിസയുടെ ആവശ്യമുണ്ട്. വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്ത് അത് കിട്ടിയതിന് ശേഷമാണ് OSCEയുടെ ഡേറ്റ് കാൻഡിഡേറ്റിന് കിട്ടത്തുള്ളൂ. അത് APRA ഡയറക്റ്റാണ് ഡേറ്റ് കൊടുക്കുന്നത്. ആ ഡേറ്റ് ചൂസ് ചെയ്യുക, ഓസ്ട്രേലിയയിലേക്ക് ഫ്ലൈ ചെയ്യുക, എന്നിട്ട് OSCE എക്സാം അറ്റൻഡ് ചെയ്യുക. ഈ 2 എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കോച്ചിങ് എടുക്കുക. കോച്ചിങ് എടുത്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. OSCE കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് വരണം. തിരിച്ച് വന്നൊരു 2.5-3 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഫൈനൽ പേപ്പർ വർക്കിൻ്റെ സ്റ്റേജിലാണ് ഇംഗ്ലീഷിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത്. അപ്പം വേണമെങ്കിൽ നമുക്ക് ആ OSCE കഴിഞ്ഞിട്ടുള്ള വെയിറ്റിംഗ് പീരീഡിലെ ലാംഗ്വേജിൻ്റെ പ്രിപ്പറേഷൻ അങ്ങ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ടൈം ഗ്യാപ്പ് കവർ ഫില്ലായി കിട്ടും. അതെ, ഒന്നെങ്കിൽ NCLEX കഴിഞ്ഞിട്ട് അവർക്ക് എക്സാം എഴുതാം. കാരണം ബാക്കിയുള്ള ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങളും നമ്മളാണല്ലോ ചെയ്യുക. വിസയുടെ കാര്യങ്ങളും ചെക്ക് ലിസ്റ്റൊക്കെ നമ്മളായിരിക്കും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈമിൽ കാൻഡിഡേറ്റിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതാം. ഇനി അതല്ല, അപ്പോൾ എഴുതാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ ഫൈനൽ പേപ്പർ വർക്കിൻ്റെ സമയത്ത് എഴുതിയാലും മതി. OSCE പാസ്സായി കഴിഞ്ഞിട്ട് പേപ്പർ വർക്ക് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് എഴുതാം. അങ്ങനെ ഈ ഒരു 3 സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുകയാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാവും. ഇപ്പോൾ NCLEXൻ്റെ എക്സാം എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പേപ്പർ വർക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നേരെ പോയിട്ട് എക്സാം എഴുതാൻ പറ്റില്ല. അതിന് ഡിസിഷൻ കിട്ടി ഒരു 2 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ആ ഒരു എക്സാം എഴുതാനായിട്ട് സാധിക്കുള്ളൂ. OSCEയുടേത് വിസ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാം. പിന്നെ ചില കാൻഡിഡേറ്റ്സിന് എങ്ങനെയാണെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് എടുത്ത് വെച്ചാൽ മതി. അവർക്ക് ഉടനെ മൈഗ്രേറ്റ് ചെയ്യണം എന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിലും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. എവറി ഇയർ ഈ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ലൈസൻസ് റിന്യൂ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് എത്രയും നാൾ അത് റിന്യൂ ചെയ്ത് വെക്കണോ അങ്ങനെ ഓരോ വർഷം റിന്യൂ ചെയ്ത് വെക്കാം. ജോബിന് കയറണം എന്നില്ല. കാരണം ഈ GCC കൺട്രി അല്ലെങ്കിൽ ഗൾഫ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല സാലറിയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് മൈഗ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഫീല് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഈ രജിസ്ട്രേഷൻ യൂസ് ചെയ്തിട്ട് അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പാത്വേ ആയിട്ട് നേരത്തെ രജിസ്ട്രേഷൻ എടുത്ത് വെക്കുന്ന ഒത്തിരിയും കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ കോച്ചിങ് അസിസ്റ്റൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ NCLEX-RNനും നമുക്ക് കോച്ചിങ് അവൈലബിൾ ആണ്. OSCEക്കും കോച്ചിങ് അവൈലബിൾ ആണ്. NCLEX-RNത് നമുക്ക് നാട്ടിൽ നിന്നൊരു ടീമാണുള്ളത്. ഇന്ത്യയിലെ നമ്പർ 1 കോച്ചിങ് സെൻറ്റർ ആണ്. സോ നമ്മുടെ കാൻഡിഡേറ്റ്സൊക്കെ അവിടെ തന്നെയാണ് പഠിക്കുക. നാട്ടിൽ നിന്ന് കോച്ചിങ് എടുക്കണം എന്ന് പറയുന്നവർ നമ്മൾ അവിടെയാണ് സജസ്റ്റ് ചെയ്യുക. അവരുടെ പേപ്പർ വർക്കും ചെയ്യുന്നത് ഡെസ്മ തന്നെയാണ്. ഇപ്പം നാട്ടിൽ നിന്ന് പറയുമ്പം
പ്രത്യേകിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലോക്കലി ഒരുപാട് തിയറിറ്റിക്കൽ നോളജ് മാത്രം വെച്ചിട്ട് ട്രെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. എൻക്ലെക്സ് ആറിനാണെങ്കിലും ഓസ്കി ആണെന്നുണ്ടെങ്കിലും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ട്രെയിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസ് ആണ് ഇവരുടെ കോച്ചിങ് എടുക്കുന്നത്. അതെ അതെ, നാട്ടിൽ നിന്ന് പറഞ്ഞാലും അവർ ഓൾറെഡി എൻക്ലെക്സ് എഴുതി പാസ്സായി, അവർക്ക് ആ ഒരു നോളജ് ഉള്ള ടീം തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ട്രെയിനിങ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നുള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഈ ഒരു ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോച്ചിങ്ങിൻ്റെ. അതല്ലാതെ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നത് അവിടുത്തെ RNs കൊടുക്കുന്ന കോച്ചിങ് ആണ്, അതും നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 കോച്ചിങ് ആണ് എൻക്ലെക്സ് ആറിന് വേണ്ടിയിട്ട്. ഓസ്കി എന്ന് പറയുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ പ്രാക്ടിക്കൽ എക്സാം ആണ്. ഏകദേശം ഒരു 2-2.25 ലക്ഷം രൂപ മുടക്കി എഴുതുന്ന ഒരു എക്സാമാണ് ഓസ്കി പ്രാക്ടിക്കൽ എക്സാം. അപ്പോൾ അതിന് കുറേ സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ മാക്സിമം കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ കോച്ചിങ് എടുക്കാനേ പറയാറുള്ളൂ. ഇപ്പോൾ ഇത് പറയുമ്പോഴേക്കും ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ ഒരു ഗൾഫ് കൺട്രിയിലുള്ള ഒരു കാൻഡിഡേറ്റാണ്. ആൾ എൻക്ലെക്സ് ആറൻ തന്നെ പഠിച്ച് പാസ്സായ ഒരാളാണ്, വേറെ കോച്ചിങ് ഒന്നും എടുത്തിട്ടില്ല. എൻക്ലെക്സ് തന്നെ പഠിച്ചു. ഓസ്കിയുടെ ആ ഒരു സ്റ്റേജ് ആയപ്പോഴേക്കും നമ്മൾ പറഞ്ഞു ഓസ്ട്രേലിയയിൽ നിന്നുള്ള കോച്ചിങ് എടുക്കാൻ. നമ്മുടെ കാൻഡിഡേറ്റ്സ് എല്ലാവരും അവിടെ നിന്ന് തന്നെയാണ് എക്സാം അറ്റൻഡ് ചെയ്യണേ, കോച്ചിങ് എടുത്ത് എക്സാം അറ്റൻഡ് ചെയ്യണേന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ലീവും കുറച്ച് പ്രശ്നമായിരുന്നു. പിന്നെ നാട്ടിൽ എന്തോ ആവശ്യത്തിന് വരേണ്ടി വന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് കോച്ചിങ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായി. കുറേ പ്രാവശ്യം നമ്മൾ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കി. ടച്ച് വുഡ് നമുക്ക് ഇതുവരെ ഓസ്കിക്ക് ആരും ഫെയിൽ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നാട്ടിൽ നിന്നാണ് കോച്ചിങ് എടുത്തത്. പല ലോക്കൽ സെറ്റപ്പിൽ ഇപ്പം നാട്ടിൽ കോച്ചിങ് അവൈലബിൾ ആണ് എൻക്ലെക്സ് ആറിൻ്റെ. ഓസ്കി നോക്കുവാണെങ്കിൽ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ വിശ്വസിക്കുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടി ഓൺലൈൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ളതിൻ്റെ കാര്യം സംശയമാണ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്ന് ഇപ്പോഴും മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. ഈവൻ സിറ്റിസൺഷിപ്പ് കിട്ടിയ ആളുകൾ വരെ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സർവീസ് എടുക്കാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ തന്നെ അവിടുത്തെ ക്ലൈമറ്റാണ്. ക്ലൈമറ്റ് വലിയൊരു ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും പ്രായമായി വരുംതോറും തണുപ്പുള്ളൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാന്നുള്ളത് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടി അത്യാവശ്യം നല്ല പാക്കേജ് ആയിട്ടുള്ള ആളുകൾ വരെയും ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഡയറക്റ്റ് പ്രോസസ്സ് ചെയ്യാൻ തന്നെയാണ് അവർ വരുന്നത്.